നമ്മൾ ഈ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഭക്ഷണം ഫുള്ളായിട്ട് ഒഴിവാക്കരുത്. അത് നമ്മളുടെ മെറ്റാബോളിസം സ്ലോ ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ എനർജിയും കുറയും, മെറ്റാബോളിസം സ്ലോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല. സഡൻലി ഒരു വാട്ടർ ലോസ് ഉണ്ടാവും എന്നല്ലാണ്ട് ഫാറ്റ് ലോസ് ഉണ്ടാവില്ല. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ മസിൽ ലോസ് ആണ് കൂടുതൽ ഉണ്ടാവുക. നേരെ മറിച്ച് നിങ്ങളൊരു ഗ്രാജ്വലി നിങ്ങളുടെ കഴിക്കുന്ന കാലറി ഇൻടേക്ക് കുറയ്ക്കുക. അപ്പോൾ നല്ല ഹെവിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ക്വാണ്ടിറ്റി കുറയ്ക്കുക. അതിലൊരു 3 നേരം കഴിക്കുന്ന ഭക്ഷണം നമ്മളൊരു 6 മീൽസ് ആയിട്ട് കഴിക്കുക. അപ്പോൾ വിശക്കുമ്പോൾ ചെറുതായിട്ട് കഴിക്കുക. അതിൽ കൂടുതലും ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കാം. പിന്നെ എപ്പോഴും ഈ വെയിറ്റ് ലോസ് ജേണിയിൽ പ്രശ്നം വരുന്ന ഒരു ക്രേവിങ്സ് എന്ന് ഒരു സംഭവമാണ്. അപ്പോൾ ഫസ്റ്റിൽ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാ ഭക്ഷണവും ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ഭക്ഷണവും ഒഴിവാക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സംഭവം കിട്ടില്ല. നേരെ മറിച്ച് ഒരു ക്രേവിങ്സ്, പിക്കാക്ക് ഒരു പിസ്സ കഴിക്കാൻ തോന്നുന്നു, എന്നോട് ചോദിക്കുന്നത് ഞാൻ പറയാം പിസ്സ കഴിക്കാനാണ് പറയാം. ഒരു 1 പീസോ 2 പീസോ കഴിച്ചു, അതോടുകൂടി ആ ക്രേവിങ്സ് കഴിഞ്ഞു. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൈൻഡിൽ കിടന്നിട്ട് ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ലോങ് ടേം ജേണിയിൽ നിങ്ങൾക്ക് ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ചെറിയ ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഡെയിലി ക്രേവിങ്സ് വരരുത്, അല്ലെങ്കിൽ എല്ലാ നേരവും ക്രേവിങ്സ് വരരുത് കേട്ടോ. അപ്പോൾ ക്രേവിങ്സ് വരുമ്പോൾ ചെറുതായിട്ട് അതിനപ്പം തന്നെ സപ്രസ് ചെയ്യാനുള്ള രീതി കഴിക്കുക. എന്നിട്ട് ബാക്കിയുള്ള ടൈമിൽ നമ്മൾ എടുക്കുന്ന കാലറി എപ്പോഴും കുറയ്ക്കുക.